ഗുണമുണ്ട്. മനുഷ്യന്റെ തനിയായ സ്വഭാവം മനസ്സിലാക്കണമെങ്കിൽ പ്രവാസ ലോകത്തെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഗൾഫിൽ നിന്ന് കിട്ടുന്ന സുഹൃത്തുക്കളെ പോലെ നല്ല സുഹൃത്തുക്കള് നാട്ടിൽ കിട്ടൂല. നാട്ടിൽ നല്ല സുഹൃത്തുക്കൾ കിട്ടും എപ്പോഴെന്നറിയോ? ഗൾഫുകാർ വന്ന് ആദ്യത്തെ 10 ദിവസം കുറേ സുഹൃത്തുക്കൾ ഉണ്ടാവും. ആദ്യത്തെ 10 ആ 10 ദിവസം കഴിഞ്ഞാൽ കയ്യിലെ കാശൊക്കെ തീരുന്നു. അത് കഴിഞ്ഞ് ഇവരൊക്കെ അങ്ങ് മുങ്ങും ചെയ്യും. ഈ 10 ദിവസത്തെ സുഹൃത്തുക്കളാ നാട്ടിലുണ്ടാവുക. പക്ഷെ ഗൾഫിൽ അങ്ങനെയല്ല. ഒരു റൂമിൽ പട്ടിണിയാണെങ്കിൽ പട്ടിണി, ഒരു കുബൂസും കറിയും ഉള്ളൂ. എന്നാൽ അങ്ങനെ, എടോ നിനക്ക് എന്ത് വിഷമുണ്ടോ, നമുക്ക് ഒരുമിച്ചങ്ങ് പിരിവിടല്ലേ, എല്ലാവരും 10 റുപ്യ എടുക്കി, ഒരു 100 റുപ്യ എടുക്കി, ഒരു 1000 കൊടുക്കി, നാട്ടിൽ പോയിക്കോട്ടെ, ടിക്കറ്റ് എടുത്തു കൊടുക്കുക. ഇങ്ങനെ ഒരു സഹായ ബോധമൊന്നും നാട്ടിൽ കാണുന്നില്ല. ശരിയല്ലേ? അത് നാട്ടിൽ നിന്ന് ഒരു 10,000 റുപ്യ എങ്ങനെങ്കിലും തിരിക്കണം എന്ന് വിചാരിച്ച നടക്കുവോ? എല്ലാരും എന്താ പറയാ, എന്താ കച്ചവടമല്ല. നിങ്ങളെടുത്തുണ്ടോ? മകന്റെ പൈസ വന്നിട്ട് കാരം. നിങ്ങളെടുത്തുണ്ടോ? ഞാൻ തന്നെ കടം കൊണ്ട് കുടുങ്ങിയിരിക്കുക. ഗൾഫുകാർക്കൊക്കെ കടം പ്രയാസമൊക്കെ ഉണ്ട്. പക്ഷെ അവരത് പറയില്ല, സഹായിക്കുന്ന വല്ലാത്തൊരു മനസ്സ്. അതുകൊണ്ടാണ് ഗൾഫിലേക്കൊക്കെ ചെന്നിട്ട് വലിയ സഹായങ്ങൾ കിട്ടുന്നത്. അതുകൊണ്ടാണ് നല്ലൊരു മനസ്സവിടെ കിട്ടുന്ന. ഈ ഉർബത്തിന്റെ ഒരു പ്രത്യേകത, നമ്മൾ ഒറ്റക്കാകുമ്പോ ഒരു റിഫ്ലക്ഷൻ തോന്നും. നമ്മൾ യാത്ര പോകുമ്പോൾ തന്നെ മനസ്സിന് ചില മാറ്റങ്ങൾ വരും. നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കാന്ന് വിചാരിച്ചോളൂ, നിങ്ങൾ യാത്ര പോകുന്നുണ്ട്. യാത്രയിലാണ് നമുക്ക് നമ്മുടെ കൂടെ ഭാര്യ ഉണ്ടെങ്കിൽ, മക്കളുണ്ടെങ്കിൽ, ചില വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ തുറന്ന മനസ്സോടുകൂടെ കേൾക്കണമെങ്കിൽ ഒരു യാത്രയിലേ കഴിയുള്ളൂ. വീട്ടിൽ തന്നെ നിങ്ങൾക്ക് വേറെ ഒന്നും പറയാനില്ലേ, എനിക്കിപ്പോ തിരക്കാൻ, ഞാൻ നടക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ കുട്ടിനെ ഡ്രസ്സ് മാറ്റി കൊടുക്കട്ടെ, അല്ലെങ്കിൽ അത് ചെയ്യട്ടെ, ആരും ഇരുന്ന് കേൾക്കില്ല. യാത്രയിൽ മനുഷ്യന്റെ മനസ്സിന് മാറ്റം വരുന്നുണ്ട്. യാത്രയിൽ വലിയ ഉപകാരങ്ങൾ ഉണ്ടെന്നാണ്. അതുകൊണ്ട് മഹാനായ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ വന്നൊരു കേസാണ് ഇതിന്റെ ആധാരം. ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ബഹുമാനപ്പെട്ടവരുടെ മുമ്പിൽ കേസ് വന്നപ്പോ, അലക ഷാഹിദ്, നിങ്ങൾക്ക് സാക്ഷിയുണ്ടോ എന്ന് ചോദിച്ചു ഒരാളോട്. പറഞ്ഞാ ഉണ്ട്. ആരാ? ഇന്നാലിന്ന ഒരാൾ, നാ കൊണ്ടുവരുന്നു. സാക്ഷിയെ വിസ്തരിച്ചു. ഫാറൂഖ് തങ്ങൾ ചോദിച്ചു, നിങ്ങളെ സാക്ഷിയായി ഇയാൾ കൊണ്ടുവന്നിരിക്കുകയാണ്, നിങ്ങൾക്ക് ഇയാൾ അറിയോ? അറിയും. അയാളോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇയാൾ അറിയോ? അറിയും. പൈസയുമായി വല്ല ഏർപ്പാടോ ഇയാളുമായി നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. വല്ല കടം കൊടുത്തിട്ട് തിരിച്ചു കിട്ടിയിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും വായ്പ കൊടുത്തിട്ട് അയാൾ തിരിച്ചു തന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ പൈസയുടെ വിഷയം വരുമ്പോ കണ്ണു ചിമ്മി എന്തോ ഹലാലോ ഹറാമോ ഒന്നും വിഷയമല്ല, പൈസ ഉണ്ടായാൽ മതി, അങ്ങനെ ചിന്തിക്കുന്ന ആളാണോ? അല്ല കാശിന് വല്ലാത്തൊരു ആഗ്രഹം, പൈസ കണ്ടാ പിന്നെ എല്ലാം മറന്നു പോകുന്ന ഇങ്ങനത്തെ ആളാണ്. ഇതൊക്കെ അറിയോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഞാൻ അയാളുമായി സാമ്പത്തിക ഇടപാടുകളൊന്നും നടത്തി നോക്കിയിട്ടില്ല. പിന്നെ ചോദിച്ചു, ഹൽ ജാവർതഹു, നിങ്ങൾ അയാളുടെ കൂടെ താമസിച്ചിട്ടുണ്ടോ? ജിവാറിൽ അതിഥിയായിട്ട് അല്ലെങ്കിൽ അയൽക്കാരനായിട്ട് കൂടെ താമസിക്കുന്ന ആളായിട്ട് നിങ്ങൾ ഇയാളുടെ കൂടെ കഴിഞ്ഞിട്ടുണ്ടോ? പറഞ്ഞില്ല. അയൽപക്കക്കാർക്ക് അയൽപക്കക്കാരറിയുള്ളൂ. അയൽപക്കക്കാരന് കൂടെ കടന്നവന് രാപ്പനെ അറിയുള്ളൂ എന്ന് പറയില്ലേ? എന്ന പോലെ കൂടെ നിൽക്കുന്നവർക്ക്, നിങ്ങളുടെ മുമ്പിൽ ഇപ്പൊ ഞാൻ ഒരു ഉസ്താദാണെങ്കിൽ അത് പറയുന്ന ആളാ, നിങ്ങൾ എന്തോ വലിയ ആളാന്ന് വിചാരിക്കും. അങ്ങനെയല്ല, അങ്ങനെ വിധി എഴുതാൻ പാടില്ല. അതൊന്നുമല്ല സംഗതി. ഈ ഉസ്താദ് പൈസന്റെ ആളാണോ? ഈ ഉസ്താദ് കാശ് കിട്ടിയാൽ അവിടെ കൗന്നടക്കുന്ന ആളാണോ? ഈ ഉസ്താദിന്റെ കൂടെ ജീവിക്കുന്നവരെന്താ മൂപ്പരെ പറ്റി പറയുന്നത്? മൂപ്പരെ തട്ടിപ്പുകളൊക്കെ വല്ലതും ഉണ്ടോ? കൂടെ ജീവിക്കുന്നവർക്ക് ആളെ പറയാൻ കഴിയുള്ളൂ. ഹൽ ജാബർത്തത് വലിയ വിഷയമാണ്. ഇതൊക്കെ പ്രവാസ ലോകത്ത് കിട്ടുന്ന വലിയൊരു നന്മയാണ്. ഒരുപാട് ബാച്ചലർ റൂമുകൾ 8ഉം 10ഉം 15ഉം ആളുകൾ 2 റൂമിലൊക്കെ താമസിക്കുക. ഇവിടൊക്കെ ഓരോരുത്തർക്കും ഓരോ ബെഡ്റൂം, ഓരോരുത്തർക്കും ഓരോ ബാത്റൂം. അവിടെ ക്യൂ നിൽക്കുക ബാത്റൂമിന്റെ മുമ്പിൽ. രാവിലെ നിന്റെ സമയം 6:30 കേട്ടോ, അത് 6:35 മൂപ്പർക്ക് ഒന്നും തോന്നുന്നില്ലെങ്കിൽ കഴിഞ്ഞു, ഇന്ന് അന്നില്ല, അടുത്ത ദിവസം നോക്കിയാൽ മതി, അടുത്ത 6:30 ടൈമുള്ളൂ. അങ്ങനെ വിഷമിക്കുന്ന അവസ്ഥകളുണ്ട് ഗൾഫ് നാടുകളിൽ. നമ്മൾ ചിന്തിക്കണം. അങ്ങനെ കഷ്ടപ്പെട്ട് ഒരുമിച്ച് ജീവിക്കുമ്പോഴേ ആളറിയുള്ളൂ. അല്ലാതെ ദൂരെന്ന് കാണുന്നത് വേൾന്ന് വരണമെന്നല്ല. കൂടെ ജീവിക്കുന്ന ആളുകൾ എന്താണ് ഒരാളെ പറ്റി പറയുന്നത്, അതാ വിഷയം. ഖാദിമായി നടക്കുന്നവർക്ക് ഒരു ഉസ്താദിനെ പറ്റി അറിയാൻ പറ്റും, കൂടെ നടക്കുന്ന ഒരാൾക്ക് അറിയാൻ പറ്റും, ഡ്രൈവറായി പോകുന്ന ആൾക്ക് അറിയാൻ പറ്റും, നിങ്ങളുടെ കൂടെ താമസിക്കുന്ന ഒരാൾക്ക് അറിയാൻ പറ്റും, അയൽവാസിക്ക് അറിയാൻ പറ്റും, എപ്പോഴും ഇടപഴകുന്ന ആളുകൾക്ക്. അപ്പോഴേ തനി സ്വഭാവം അറിയുള്ളൂ. അല്ലെങ്കിൽ നമ്മളൊക്കെ ഒരു തരം മേക്കപ്പിലൂടെ അങ്ങനെ കടന്നു പോകും. ഓ, ആൾ ഉഷാറ, അറിയോ, ആൾ ഉഷാറ. അതല്ല ഉഷാർ. ഹൽ ജാബർതഹു, നിങ്ങൾ അയാളുടെ കൂടെ താമസിച്ചിട്ടുണ്ടോ? ഫാറൂഖ് തങ്ങൾ ചോദിച്ചു. റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോ അയാൾ പറഞ്ഞു, ലാ, ഇല്ല. പിന്നെ ചോദിച്ചു, അൽ സാഫർത മഅ, നിങ്ങൾ അയാളോട് കൂടെ യാത്ര പോയിട്ടുണ്ടോ? ദീർഘമായ യാത്ര പോയിട്ടുണ്ടോ? ഇല്ല. ഇത് 3ഉം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴാണ്, അൻത ലാ തഅരിഫുഹു,
നിങ്ങൾക്ക് ഇയാളെ പറ്റി ഒന്നും അറിയില്ല. ലഅല്ലക റഅയ്തഹു യുസല്ലി ഫീ മസ്ജിദിൻ, ഒരു പള്ളിയിൽ നിസ്കരിക്കുന്നതായി നിങ്ങൾ കണ്ടിരിക്കണം എന്നല്ലാതെ പള്ളിയിൽ നിസ്കരിക്കാൻ അയാൾ നിസ്കരിക്കുന്നത് കണ്ടതല്ല ഒരാളെ പറ്റി അറിയുമെന്ന് പറയാ. നിസ്കരിക്കാൻ പാർക്കാൻ പറ്റാത്തത് പൈസയുടെ ഏർപ്പാടിൽ എങ്ങനെയാണ്? വ്യക്തിജീവിതം എങ്ങനെയാണ്? ദീർഘമായ യാത്ര പോകുമ്പോൾ അവസ്ഥകൾ എന്താണ്? ഈ മൂന്നും ഒരുമിച്ച് കിട്ടുന്ന ഒരു ലോകമാണ് പ്രവാസ ലോകം. യാത്രയുണ്ട്, അവിടെ കൂടെ താമസിക്കലുണ്ട്, പൈസയുമായുള്ള ഏർപ്പാടുണ്ട്. അതുകൊണ്ട് അവിടെ കിട്ടുന്ന ചില സുഹൃത്തുക്കൾ ജീവിതത്തിലെ വലിയ സമ്പാദ്യങ്ങളാണ്. ഗൾഫിൽ നിന്ന് ഒന്നും ചെയ്തില്ല എന്ന് വിചാരിക്കുക, പക്ഷെ കുറെ സമ്പാദ്യം കിട്ടും ഇങ്ങനെ നല്ല സുഹൃത്തുക്കൾ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ആല ഉഖ്തൈൻ, രണ്ട് പെങ്ങന്മാർക്ക് ആരെങ്കിലും രണ്ട് പെങ്ങന്മാർക്ക് ആശ്വാസം ലഭിക്കുന്ന രീതിയിൽ അവർക്ക് ഉപകാരം ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഔ അഖവൈനി, രണ്ട് സഹോദരന്മാർക്ക് ഉപകാരം ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ, കാനാ ലഹു ഹിർസം മിനന്നാർ, ഇവർ രണ്ടുപേരും അവർക്ക് നരകത്തിൽ നിന്ന് മറയാണെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച വചനങ്ങളിലുണ്ട്. ഞാനീ പറയുന്നത്, ചില ആളുകൾ പറയും 30 കൊല്ലം 20 കൊല്ലം 25 കൊല്ലം 40 കൊല്ലം ഒക്കെ പ്രവാസ ജീവിതം കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോ എന്ത് ചെയ്തു, എന്ത് സമ്പാദിച്ചു? ഒന്നും സമ്പാദിച്ചിട്ടില്ല. പിന്നെ എന്ത് ചെയ്തു? പെങ്ങളെ കല്യാണം കഴിച്ചു കൊടുത്തു. ജ്യേഷ്ഠന് വളരെ പ്രയാസമായിരുന്നു, ജ്യേഷ്ഠനൊരു വീട് വെച്ചു കൊടുത്തു. അനുജന്റെ പഠനമൊക്കെ നടന്ന് അവൻ നല്ലൊരു എഞ്ചിനീയറായി. എവിടെ? അനുജനെ പഠിപ്പിച്ച ഈ ജ്യേഷ്ഠൻ 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അങ്ങനെ ഇച്ചിലും കൂടെ ഒന്ന് പോകുന്നത്. പക്ഷേ അനുജൻ നല്ലൊരു എഞ്ചിനീയറായി ഗമയിൽ ഇങ്ങനെ വരുമ്പോ അവൻ അറിയുന്നില്ല, എന്നെ പഠിപ്പിച്ചത് എന്റെ ഇച്ഛയാണ്, എന്റെ ഈ ജ്യേഷ്ഠനാണ്. അതറിയാതെ പോകുന്നത് വല്ലാത്തൊരു സങ്കടമാണ്. ചില ആളുകൾ ജ്യേഷ്ഠന്മാർ അനുജന്മാർക്ക് പൈസ അയച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ പ്രവാസികളുടെ പൈസ വരുന്നുണ്ട് അനുജന്മാർക്ക്, ജ്യേഷ്ഠന്മാർക്ക്. അവർക്ക് വീട് വെച്ചു കൊടുക്കാൻ, വീടിന്റെ പണി നടത്തുന്നു. വീടിന്റെ പണി നടന്നു കഴിഞ്ഞാൽ പിന്നെ താക്കോല് വാങ്ങി അതിന്റെ ആധാരോ അതിന്റെ കാര്യങ്ങളോ ഒക്കെ ചെയ്യാൻ നോക്കുമ്പോഴാ ഇത് അനുജൻ സ്വന്തം പേരിലാക്കിയിട്ടുണ്ടോ. അങ്ങനെ 1-2 കേസുകൾ കാസർഗോഡ് ജില്ലയിൽ നടന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്താ ചെയ്യാ? ജ്യേഷ്ഠൻ അടിച്ചു കൊടുത്ത പൈസയാണ്. ജ്യേഷ്ഠൻ വിചാരിച്ചു, റബ്ബേ ഒരു വീട് റെഡിയായല്ലോ, അടുത്ത വർഷം നാട്ടിലേക്ക് വന്നിട്ട് സെറ്റിൽ ആവാന്ന് നോക്കുമ്പോ വീടും പറമ്പൊക്കെ അനുജന്റെ പേരിലാണ്. അനുജനും ഭാര്യയും ഒരുമിച്ച് ഒരു തരം ട്രിക്ക് പ്രയോഗിച്ചു, ഇയാള് പുറത്തായി. പക്ഷെ ഞാൻ പറയാണ്, 2 തുണ്ട് ഭൂമി വാങ്ങിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും, 5 സെന്റ് ഭൂമി വാങ്ങിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും, ഒരു വീട് വാങ്ങിച്ചു വെക്കാൻ കഴിഞ്ഞില്ലെങ്കിലും, സ്വന്തം ഭാര്യക്കും മക്കൾക്കും ഒന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ പുരനിറഞ്ഞു കിടന്നിരുന്ന സ്വന്തം പെങ്ങളെ കെട്ടിച്ചയക്കാൻ, പെങ്ങളുടെ മക്കളെ കെട്ടിച്ചയക്കാൻ, സ്വന്തം അനുജനെ, ജ്യേഷ്ഠനെ, ഉമ്മയെ, വാപ്പയെ സംരക്ഷിക്കാനാണ് പ്രവാസ ലോകത്തുള്ള അധ്വാനങ്ങൾ പോയതെങ്കിൽ നഷ്ടമായിട്ടില്ല. നരകത്തിലേക്ക് പോവാതെ രക്ഷപ്പെടാനുള്ള വഴി അവിടെയും ഉണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 2 പെങ്ങന്മാരെ നോക്കിയാൽ ഒരു സഹാബി ചോദിച്ചു, നബിയെ ഒരു പെങ്ങളാണെങ്കിലോ? ഒന്നാണെങ്കിലും മതി. സുബ്ഹാനല്ലാഹ്, ഒരു പെങ്ങളെ കെട്ടിച്ചയച്ചിട്ടേ ഉള്ളൂ, വേറൊന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ പെങ്ങ് കുട്ടിയായി. അപ്പൊ ഉമ്മ പറഞ്ഞു, ഓളെ കുട്ടിനെ കൂടെ കെട്ടിച്ചിട്ട് വന്നാ മതി, പിന്നെ അവിടെ നിൽക്കന്നെ, സ്വന്തം കുടുംബത്തെ നോക്കാനോ സ്വന്തം ഭാര്യയെ കൊണ്ടുപോവാൻ ഒന്നിനും അങ്ങനെ സമ്മതിക്കാത്ത കുറച്ച് പിഷ്കന്മാരായ ഉമ്മമാപ്പാരും ഉണ്ട്. എന്താ ചെയ്യാ? സ്വന്തം മക്കളുടെ മകന്റെ ജീവിതം അത് നോക്കില്ല, മക്കളുടെ പെൺമക്കളുടെ ജീവിതം മാത്രം മതി. അങ്ങനെ ചിന്തിക്കുന്ന സ്വാർത്ഥതകൾ. എന്ത് തന്നെ സംഭവിച്ചാലും നമ്മുടെ നിയ്യത്ത് നന്നാക്കുക. പ്രവാസ ലോകത്തിലൂടെ ചെല്ലുമ്പോ സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ള വഴി സ്വന്തം കുടുംബത്തെ നോക്കുന്നതാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നുവല്ലോ, നിങ്ങൾ ആർക്കെങ്കിലും ദീർഘായുസ് വേണമെന്നുണ്ടെങ്കിൽ, കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ വിശാലത വേണമെന്നുണ്ടെങ്കിൽ, സ്വന്തം വാപ്പയോട് ഉമ്മയോട് നല്ല നിലക്ക് പെരുമാറുകയും സ്വന്തം കുടുംബ ബന്ധങ്ങളെ അത് പിരിയാതെ, വേർപെട്ടു പോവാതെ, പിണഞ്ഞു പോവാതെ സ്വന്തം കുടുംബ ബന്ധങ്ങളെ നിലനിർത്തി കൊണ്ടുപോരുന്നത് ആയുസ് വർദ്ധിക്കാൻ കാരണമാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉപകാരം ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട മറ്റൊന്ന്, ഒരാളിൽ നിന്നും ഒരു ശുക്ർ പോലും പ്രതീക്ഷിക്കരുത്.
ലാ നുരീദു മിൻകും ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ. നമ്മുടെ പള്ളികളും മദ്രസകളും ഒക്കെ ഇത്ര മനോഹരമായി നമ്മുടെ ദീനീ പരിപാടികൾ പോലും സജീവമായി നടക്കുന്നത് എത്രയോ പ്രവാസികളുടെ കണ്ണുനീരാണ്, അവരുടെ അധ്വാനമാണ്, അവരുടെ ഉറക്കൊഴിച്ചുള്ള ജോലിയാണ്. ശമ്പളത്തിൽ നിന്ന് കിട്ടുന്ന ഏതാനും തുകകൾ കൊടുത്തുകൊണ്ടാണ് നമ്മുടെ നാടുകളിൽ ദീനീ പ്രവർത്തനം നടക്കുന്നത്. അല്ലേ? നമ്മൾ ആർക്കു വേണ്ടി ദ്വാരക്കാറുണ്ടോ? ദ്വാരം കൊടുക്കണം. വലിയ അധ്വാനമാണ്. അള്ളാഹുവിന്റെ മനസ്സുകളിൽ അങ്ങനെ ഒരു നന്മ തോന്നിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ എങ്ങനെയാ നമ്മുടെ നാടുകളിൽ ദീനീ പ്രവർത്തനങ്ങൾ നടക്കുമായിരിക്കുക? അള്ളാഹുവേ, നീ അവർക്ക് നന്മ ചെയ്യണേ തമ്പുരാനെ. നീ അവരുടെ കുടുംബങ്ങളിൽ, ജോലികളിൽ, കച്ചവടങ്ങളിൽ ബറക്കത്ത് ചെയ്യണമേ അല്ലാഹ്.